എല്ലാവർക്കും ആർട്ടിഗ്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പറമ്പിൽ ചെറിയ 1-2 പരിപാടികളുണ്ട്. അതിനു മുമ്പ് ഇവരെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ കൃഷിത്തോട്ടത്തിലെ പലതരം കീട ആക്രമണങ്ങൾക്കെതിരെ ശക്തമായി പോരാടുന്ന പ്രധാന 2 കെണികളാണ് മഞ്ഞക്കെണിയും കായ്ച്ച ഫിറോമോൺ കെണിയും. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ചട്ടിയിൽ നട്ടിരിക്കുന്ന പച്ചവഴുതനം ക്ഷീണിതാവസ്ഥയിലാണ്. വെള്ളവും വളവും നൽകിയിട്ടും ചെടിയുടെ ആരോഗ്യം അത്ര കണ്ട് പുരോഗമിക്കുന്നില്ല. ഇല വാടുന്നു, ചെടി മുരടിക്കുന്നു, പുതിയ സന്തതി പരമ്പരകൾ ഉണ്ടാകുന്നുമില്ല. അതുകൊണ്ട് ആളെ പതുക്കെ ഒന്ന് മാറ്റി നടാമെന്ന് കരുതി. സംഭവം ഇത്രയേ ഉള്ളൂ. ചട്ടിയിൽ നിന്നും വഴുതനത്തെ വേരിളക്കാതെ മണ്ണോടുകൂടി വേർപെടുത്തി പറമ്പിൽ കുഴികുത്തി വളം ചേർത്ത് മണ്ണിലേക്ക് ഇറക്കുക. അതിനു മുമ്പ് ചെറുതായിട്ടൊന്ന് കൊമ്പ് കോതി കൊടുക്കാം. പൊതുവെ ഉണക്കത്ത് ഇങ്ങനൊന്നും പതിവില്ലാത്തതാണ്. പിന്നെ എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരു സൈക്കോ ഉത്തരം പറയാം. തന്റെ ആവാസ വ്യവസ്ഥയിലുള്ള മാറ്റങ്ങളോടാണോ അതോ സ്വന്തം കരതലങ്ങൾ നഷ്ടപ്പെട്ട വേദനയിലാണോ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പരിഹാരം കണ്ടെത്തേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് കുറച്ചു സമയം ആളെന്ന് ആശയക്കുഴപ്പത്തിലാകുമല്ലോ. ആ സമയം കൊണ്ട് വേരുപടലങ്ങൾ ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങി തങ്ങളുടെ സ്വാഭാവിക നില തിരികെ പിടിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എന്ത് തന്നെയായാലും ശാസ്ത്രം ജയിക്കും, കൂട്ടത്തിൽ ഞാനും. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചെടി മണ്ണോടുകൂടി ചട്ടിയിൽ നിന്നും വേർപെടുത്തിയെടുത്തു. ശേഷം ഈ ചെടിയുടെ പുതിയ അധിവാസ സ്ഥാനത്ത് നല്ല വലിപ്പത്തിൽ ഒരു കുഴിയെടുത്തു. ഞാനിവിടെ ഉണക്കക്കരിയില കൊണ്ട് പുതയിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, വേനൽക്കാലത്തെ സൂര്യകിരണത്തിന്റെ കാഠിന്യം കൊണ്ട് മണ്ണ് നന്നായി ഉറച്ചു പോകുന്നുണ്ട്. ചെടിയുടെ ചുവട്ടിൽ തണവ് നിലനിർത്താനും വേരോട്ടം സുഗമമാക്കാനുമാണ് സാധാരണ പുതയിടുന്നത്. ശേഷം അടിവളം നൽകി ചെടി നടുന്നുണ്ട്. ഈ മൺതടം കൊത്തിയിട്ട് അധികമായിട്ടില്ല. മൺതടം കിളച്ചു കൂട്ടിയ സമയത്ത് നന്നായി ഡോളമേറ്റും ശേഷം വളങ്ങളും ഇട്ട് പുഷ്ടിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വളം ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. വേരോട്ടം സുഗമമായതിനു ശേഷം വളർച്ചയുടെ അടുത്ത ഘട്ടങ്ങളിൽ ആവശ്യമുള്ള വളം നൽകാം. ചെടി കുഴിയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് മണ്ണിളക്കി വളവും ഇട്ട ശേഷം മൺതടം പൂർവ്വസ്ഥിതിയിലാക്കിയെടുത്തു. ശേഷം വെള്ളത്തിലൊരു കുളി. വെള്ളം ഒഴിക്കുമ്പോൾ ചെറിയ ചെടികൾക്ക് കുത്തനെ ഒഴിക്കാറില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെടിയുടെ ഏറ്റവും താഴെയുള്ള ഇലകളിലേക്ക് വെള്ളവും മണ്ണും തെറിച്ച് ഇലകൾ നശിച്ചു പോകുന്നതായി കാണാറുണ്ട്. നന്നായി മൺതടത്തിൽ ജലസേചനം ഉറപ്പുവരുത്തിയ ശേഷം നേരെ മാലിന്യ സംസ്കരണത്തിലേക്ക് കടന്നു. ആഴ്ചയിൽ ഒരിക്കലുള്ള ചടങ്ങാണ് ചവറ് കത്തിക്കൽ. എന്റെ സമയമനുസരിച്ച് ഇടവേളകൾ ചിലപ്പോൾ കൂടാറും കുറയാറുമുണ്ട്. ഈ പരിപാടിയുടെ പ്രധാന ഉദ്ദേശം ഡയപ്പർ കത്തിക്കുക എന്നതാണ്. അതിനു പുറമെ പ്ലാസ്റ്റിക്, ജൈവ മാലിന്യങ്ങൾ ഒഴികെയുള്ള വീട്ടിലെ മറ്റ് ചവറുകൾ കത്തിക്കുന്നതും ഇതിന്റെ കൂട്ടത്തിലാണ്. പിന്നെ പറമ്പിന്റെ കുറച്ചു ഭാഗം കമ്പും ഓലകളും മാറ്റി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. മറ്റൊന്നിനുമല്ല, ഇവിടെ കുറച്ച് കിഴങ്ങ് വർഗ്ഗങ്ങൾ നടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നാളെ ഈ ഭാഗത്ത് മണ്ണൊരുക്കാൻ ഒരു സഹായിയെ നിർത്തുന്നുണ്ട്. അപ്പോൾ കുറച്ച് ജോലി നമ്മൾ ഒതുക്കി കൊടുത്താൽ പുള്ളിക്കാരന്റെ ആ സമയം നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാം. ഡയപ്പർ കൈകൊണ്ട് കീറി അതിലെ ജെൽ മാറ്റിയതിനു ശേഷമുള്ള ഭാഗമാണ് കത്തിക്കാനിടുന്നത്. അതുപോലെ ചവറ് കൊട്ടകളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിക്കുന്നതും ഇവിടെ വെച്ചാണ്. പിന്നെ ചവറിന്റെ കത്തൽ പ്രവർത്തനം സുഗമമാക്കുന്നതിന് വേണ്ടി ആറ്റിറമ്പിൽ പോയി കുറച്ച് കമുകുന്താണ് എടുത്തിട്ട് വന്നു. ഇതാണ് കല്ലടയാറ്. കൊല്ലം ജില്ലയിലൂടെ ഒഴുകുന്ന 2 പ്രധാന നദികളിൽ ഒന്നാണ് കല്ലടയാറ്. ഇത് ആറ്റുതീരത്ത് നിന്നുള്ള വീടിന്റെ ദൃശ്യമാണ്. ചവറുകളെല്ലാം അഗ്നിക്കിരയാക്കി തിരികെ വീട്ടിൽ കയറി. തണുത്ത ഒരു ജ്യൂസ് കുടിക്കാൻ ആഗ്രഹം തോന്നി. നല്ല ദാഹമുണ്ടായിരുന്നു. പിന്നൊന്നും ചിന്തിച്ചില്ല. ഫ്രിഡ്ജിൽ നിന്നും ആപ്പിൾ, ക്യാരറ്റ്, പിന്നെ ഓറഞ്ച് ഇവ 3ഉം എടുത്ത് വൃത്തിയായി കഴുകി തൊലി കളഞ്ഞ് ജ്യൂസ് ചെയ്തെടുത്തു. അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും ആവശ്യത്തിന് ഷുഗർ സിറപ്പും ഒഴിച്ച് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്ത് എടുത്ത് ഗ്ലാസ്സിലൊഴിച്ച് കുടുംബവുമായി ആസ്വദിച്ചു കുടിച്ചു. അങ്ങനെ ഈ ജ്യൂസോടുകൂടി ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിച്ചു.